അഡ്വക്കേറ്റ് വിനീത് കുമാർ സ്വാഗതം. ഇപ്പോൾ സംസാരിച്ചത് ഒന്ന് കാസർഗോഡ് നിന്ന് ഷുക്കൂർ വക്കീലാണ്, മറ്റൊരാൾ സംസാരിച്ചത് റിട്ടയർഡ് DYSP ശ്രീ അശോകനാണ്. ഇപ്പോൾ സംസാരിച്ച് തീർത്തത് അദ്ദേഹമാണ്. അതുപോലെ ഡോക്ടർ അനീഷ്യ ജയദേവുണ്ട്, സാമൂഹ്യ നിരീക്ഷക. ഞങ്ങളിങ്ങനെ സംസാരിച്ച് വരികയായിരുന്നു. അപ്പോൾ ഈ വിധിയിൽ വളരെ ബ്രില്യൻ്റായൊരു വർക്ക് പ്രോസിക്യൂഷനും പോലീസും ഒക്കെ എടുത്തതൊക്കെ ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് വായിച്ചുകൊണ്ടാണ് ഈ ചർച്ച ഷുക്കൂർ വക്കീൽ തുടങ്ങി വെച്ചത്. ഇപ്പോൾ വളരെ ശക്തമായി തന്നെ ഒരു പ്രതിയുടെ, ഈ കുറ്റകൃത്യം നടപ്പാക്കിയ പ്രതിയുടെ ക്രിമിനൽ മനോഭാവത്തെ കോടതി വിധിയിലൂടെ വളരെ സ്പഷ്ടമായി പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചു എന്നുള്ള വിവരം ഡോക്ടർ അനീഷ്യ സൂചിപ്പിച്ചു. അതോടൊപ്പം ചില കൺസേൺ വേറെയും പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായും അവരത് പറഞ്ഞും വെച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും അവസാനം നേരത്തെ അശോകൻ സാറ് പറഞ്ഞ് കേട്ടല്ലോ, ഈ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ഈ കളനാശിനിയെക്കുറിച്ച് കൃത്യമായി പഠിച്ച് നിരോധിച്ച സാധനം അമ്മാവനെ കൊണ്ട് തരപ്പെടുത്തിയെടുത്ത് ആ ഭാഗമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഒരു കേസിൽ കോടതിയെ ബോധ്യപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത്, ഇതിൽ സാക്ഷികളില്ല, സാഹചര്യ തെളിവുകൾ മാത്രം, ഒപ്പം ഈ പറഞ്ഞ ഭാഗവും ഡിജിറ്റൽ തെളിവുകളും. അപ്പോൾ ഇതെല്ലാം വളരെ കാര്യമായി തന്നെ കോടതിക്ക് വളരെ കൺവിൻസിങ്, സ്വാഭാവികമാണ്, വിധി വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ അത് കോടതിക്ക് എത്തും വിധത്തിലേക്ക് തന്നെ പ്രോസിക്യൂഷന് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഏറ്റവും ചലഞ്ചിങ് ആയി പ്രോസിക്യൂട്ടർക്ക് തോന്നിയത് എന്തായിരുന്നു ഈ കേസ് നടത്തിയ ഘട്ടത്തിൽ? വളരെ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയ 2-3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത്, ഇതിൽ ഒന്ന് ദൃക്സാക്ഷികളില്ല. അപ്പോൾ ആ ദൃക്സാക്ഷികളില്ലാത്ത സാഹചര്യത്തിൽ ഈ ഓരോ സാഹചര്യവും, ഈ സാഹചര്യങ്ങൾ വെറുതെ ഉണ്ടായാലും പോരാ, ആ സാഹചര്യങ്ങൾ കോടതിയിൽ നമുക്ക് കൺവിൻസിങ് ആകണമെങ്കിൽ ഒരു സാഹചര്യം മറ്റൊരു സാഹചര്യവുമായിട്ട് ലിങ്ക്ഡ് ആവണം. അങ്ങനെ ലിങ്ക് ചെയ്ത് എല്ലാ സാഹചര്യങ്ങളും കൃത്യമായിട്ടൊരു ഗോൾഡൻ ചെയിൻ ഓഫ് ലിങ്കിങ് അതിനകത്തുണ്ടായിട്ട് അത് പ്രതിയിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്ന തരത്തിലേക്ക് കൺവിൻസ് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് പ്രോസിക്യൂഷൻ എവിഡൻസ് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അതൊരു വലിയ ചലഞ്ചായിരുന്നു. അപ്പോൾ ആ ചലഞ്ച് എങ്ങനെയാണ് പോലീസ് എവിഡൻസ് കളക്ട് ചെയ്ത് തന്നതിനെ കോടതിയിൽ നമുക്ക് ഹാജരാക്കാൻ കഴിഞ്ഞതെന്നുള്ളതിലേക്ക് ഞാൻ വരാം. രണ്ടാമത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ഒരു ചാർജ്, അല്ലെങ്കിൽ പോലീസ് 90 ദിവസത്തിനകത്ത് അന്വേഷണം പൂർത്തിയാക്കി നൽകിയ അന്തിമ റിപ്പോർട്ട്, ആ അന്തിമ റിപ്പോർട്ടിൽ പാരക്വിറ്റ് എന്ന ഒരു കളനാശിനി കലർത്തി കൊടുത്ത ഒരു കഷായത്തിൽ കൊടുത്ത ഒരു കഷായം കുടിച്ചിട്ടാണ് ഈ തരത്തിൽ കൊലപാതകം ചെയ്തത് എന്ന് ചാർജിൽ, അതായത് അന്തിമ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഇതിനകത്തൊരു ചോദ്യം വളരെ വിമർശനാത്മകമായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ്സ്, അഭിഭാഷകരുടെ ഇടയിൽ തന്നെ എന്നോടൊരു ചോദിച്ച ചോദ്യമായിരുന്നു, നിങ്ങളിത് എങ്ങനെ കോടതി പ്രൂവ് ചെയ്യും? എങ്ങനെയാണ് ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം വിഷം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, വിഷം ആന്തരിക അവയവങ്ങളിലില്ല എന്ന് റിപ്പോർട്ട്, പിന്നെ കൂടാതെ വസ്ത്രങ്ങളിൽ ഈ വിഷാംശമില്ല, പിന്നെ തുപ്പലിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള എക്സ്ക്രീറ്റ്സിലോ ഒന്നും തന്നെ വിഷമില്ല. അപ്പോൾ വിഷം കൊടുത്തു കൊന്നു എന്ന് പറഞ്ഞാൽ വിഷത്തിൻ്റെ ഒരു ട്രേസ് പോലും ഇല്ലാതെ എങ്ങനെ പ്രോസിക്യൂഷൻ ഈ കേസ് പൂർണ്ണമായിട്ടും കോടതിയെ കൺവിൻസ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളൊരു വലിയ ചലഞ്ചാണ് മുന്നിലുണ്ടായിരുന്നത്. ആ ചലഞ്ചിനും ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ ഈ ശ്രീ KJ ജോൺസൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണവും, അത് പിന്നെ സുൽഫിക്കറിലേക്ക് എത്തി, സുൽഫിക്കറും അതുപോലെ അന്തിമമായിട്ട് അന്വേഷണം നടത്തി ചാർജ് കൊടുത്ത ഒരു രസിത്, അന്നത്തെ ക്രൈംബ്രാഞ്ച് DYSPയുടെ ചാർജ് ഉണ്ടായിരുന്ന ആളും, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഡോക്ടർമാരെ കണ്ട്, ഇപ്പോൾ പാറശാല CI ആയിരിക്കുന്ന ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ സജീവ്, എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തെളിവ് ശേഖരിച്ചിട്ട് ഇതിൽ വിദഗ്ധമായിട്ടുള്ള ചില അഭിപ്രായം, അതായത് ലോകപ്രശസ്തനായിട്ടുള്ള ടോക്സിക്കോളജിസ്റ്റ് VV പിള്ള ഡോക്ടർ, അദ്ദേഹം ഉൾപ്പെടെ അവരെ കണ്ട് മൊഴിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ രേഖപ്പെടുത്തി, ആ ഒപ്പീനിയനെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം കോടതിയിൽ ബ്യൂട്ടിഫുൾ കൺവിൻസിംഗ് ആയിട്ട് എവിഡൻസ് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഡിജിറ്റൽ എവിഡൻസിൻ്റെയും സാഹചര്യ തെളിവുകളുടെയും ഈ വിദഗ്ധ അഭിപ്രായങ്ങളുടെയും ഒരിക്കലും അസൈൽ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ എവിഡൻസ് കൊടുത്തതുകൊണ്ട് മാത്രമാണ് കോടതിയെ ഇത് പൂർണ്ണമായിട്ടും ഗ്രീഷ്മ തന്നെ ആണ് ഈ കൃത്യം ചെയ്തത് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ തെളിയിച്ചു കഴിഞ്ഞ ശേഷം പിന്നീട് ഉള്ള ഒരു വാദം എന്ന് പറയുന്നത് ഇത് ഒരു ജസ്റ്റിഫയബിൾ മർഡർ ചെയ്തു പോയതാണ് എന്നുള്ളതിലേക്ക് വരെ കൊണ്ടെത്തിച്ചു തെളിഞ്ഞു കഴിഞ്ഞ ശേഷം. അതെ, അത് അങ്ങനെ ഒരു ഡിഫൻസിലേക്ക് അവർക്ക് ഒരു ഷിഫ്റ്റിംഗ് അല്ലേ പ്രോസിക്യൂട്ടർ? അങ്ങനെ ഒരു ഷിഫ്റ്റിലേക്ക് പ്രതിഭാഗത്തിന് പോകേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഈ വിഷക്കുപ്പി കണ്ടെത്താനോ അതിൻ്റെ ബാക്കി, ഈ ഉപയോഗിച്ചതിൻ്റെ ബാക്കി കണ്ടെത്താനോ, ഇതൊക്കെയാണ് സാധാരണ വളരെ നോർമലായി താങ്കൾ പറഞ്ഞ പോലെ തന്നെ കേസിൽ നേരിട്ട്
എത്താറുള്ളത്. ഇതൊന്നുമില്ല. വളരെ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്, ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറഞ്ഞു. ഇത് കുറച്ചുകൂടി കോടതിക്ക് കൺവിൻസിംഗ് ആയി വന്ന 1-2 ഇൻസിഡൻ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് വേറൊന്നുകൂടി ഒരു വീഡിയോ നമ്മുടെയൊക്കെ മുമ്പിൽ ഇന്നൊക്കെ താങ്കൾ അതേക്കുറിച്ചൊക്കെ ജ്യൂസ് ചലഞ്ച് വീഡിയോ അതിന് മുമ്പുള്ള ഒരു എണ്ണമുണ്ട്. അപ്പോൾ ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായി നടന്ന കുറ്റകൃത്യമാണ് എന്നതിലേക്ക് കൃത്യമായി കോടതി എത്തിയ വളരെ സുപ്രധാനമായ ലീഡ് ഒന്നുകൂടി കിട്ടുമോ? ഒന്ന് പറയാം. അതിനകത്ത് ആദ്യം ഞാനൊരു ചെറിയൊരു തിരുത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ വിഷക്കുപ്പി കിട്ടിയിട്ടില്ല എന്നല്ല, വിഷക്കുപ്പി കിട്ടി. അതായത് ഈ കഷായത്തിലേക്ക് മിക്സ് ചെയ്ത പാരക്വിറ്റ് എന്ന് പറയുന്ന അതെ കാപ്പിക് എന്ന് പറയുന്ന ആ വിഷക്കുപ്പി, അതായത് കളനാശിനിയുടെ കുപ്പി, അത് ഈ 2ാം പ്രതിയും 3ാം പ്രതിയും അമ്മയും മാമനും ഈ ഗ്രീഷ്മയുടെ അമ്മാവനും കൂടെ ചേർന്ന് അത് ആദ്യം മറ്റൊരടുത്ത റബ്ബർ പുരയിടത്തിലേക്ക് വലിച്ചെറിയുകയും ആ റബ്ബർ പുരയിടത്തിൽ നിന്ന് 3ാം പ്രതിയായ നിർമ്മലകുമാരൻ നായർ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഏകദേശം 2.5 കിലോമീറ്റർ അപ്പുറത്ത് മാറി രാമവർമ്മൻ ചിറയിലേക്ക് അവിടെ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് രഹസ്യമായി ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈ നിർമ്മലകുമാരൻ നായർ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോലീസിന് ചെന്ന് എടുത്തു കൊടുത്തു. സാക്ഷികളുടെ സാന്നിധ്യത്തിലും വീഡിയോ, ഫോട്ടോഗ്രാഫി, ദൃശ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു തെളിവുകളോടുകൂടി അത് എടുത്തു കൊടുത്ത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറുകയും ആ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടിൽ ഈ വിഷക്കുപ്പിയിൽ നിന്ന് പാരക്വിറ്റാണെന്ന് തെളിയുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായിരുന്നു. കൂടാതെ ഈ വിഷക്കുപ്പിയിൽ നിന്ന് ഗ്രീഷ്മ അതിനു മുമ്പ് തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലേബൽ വലിച്ചിളക്കി കളഞ്ഞ് വളരെ രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഗ്രീഷ്മ തന്നെ ആ ലേബൽ എടുത്തു കൊടുക്കുകയും പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന 3ാം പ്രതി നിർമ്മലകുമാരൻ നായർ കണ്ടെടുത്തു കൊടുത്ത ഈ കുപ്പിയിൽ ഉള്ള കുപ്പിയുടെ ലേബൽ തന്നെയാണ് എന്നുള്ളത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ വിദഗ്ധർ വന്ന് അത് കോടതിയിൽ പ്രദർശിപ്പിച്ച് ഇതിൽ നിന്ന് ഇളക്കിയതാണ് എന്നുള്ളതും അപ്പോൾ തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് ഇളക്കിയതാണ് എന്നുള്ളതും സ്ഥിരീകരിച്ച് റിപ്പോർട്ടും ഫയൽ ചെയ്തു. ആ തെളിവ് കോടതിയിൽ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ആ ഭാഗങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ വിഷം എന്ന് പറയുന്നത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാപ്പിക്ക് തന്നെയാണെന്നും ഈ കാപ്പിക്ക് ബോട്ടിൽ തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ് എന്നുള്ളത് ആ തമിഴ്നാട്ടിൻ്റെ ബോർഡറിൽ അവിടെ നിന്ന് വാങ്ങിയതാണ് എന്നുള്ളത്. കാരണം തൊട്ടടുത്ത കടയിൽ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങി മറ്റൊരു ഒരു വള ഡിപ്പോ നടത്തുന്ന ആളാണ് ഇദ്ദേഹത്തിന് മേടിച്ചു കൊടുത്തത്. അപ്പോൾ ഈ സാക്ഷി കോടതിയിൽ ഈ ഇദ്ദേഹത്തിനെ തിരിച്ചറിയുകയും ഈ കുപ്പി തിരിച്ചറിയുകയും എല്ലാം ചെയ്ത് ആ ഭാഗമെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള തെളിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ശ്രീ ജോൺസൺ തെളിവുകളെല്ലാം ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കളക്ട് ചെയ്തിരുന്നു. പിന്നെ ശരീരത്തിൽ നിന്ന് വിഷം കിട്ടിയിട്ടില്ല എന്നുള്ള ഭാഗം മാത്രമാണ് ഇതിനകത്ത്, അല്ലെങ്കിൽ മറ്റ് ആന്തരിക അവയവങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വന്നത്. മറ്റ് തെളിവുകളെല്ലാം ഡിജിറ്റലായിട്ടുള്ള തെളിവുകളും ബാക്കിയെല്ലാം കൺവിൻസിംഗ് ആയിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ നമുക്ക് അത് തെളിയിക്കാൻ കഴിഞ്ഞു.